നമസ്കാരം. നാടിൻ്റെ നാവറിയാൻ നേരറിയാൻ നാട്ടുവട്ടം വാർത്തകൾ. ഞാൻ ആർ തുളസി. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക ബുള്ളറ്റിനാണ് ചെയ്യുന്നത്. ലൈല ക്രിയേഷൻസിൻ്റെ മൂന്നാമത്തെ സിനിമയായ കനൽ ചിരി, അതിൻ്റെ പ്രഥമ പ്രദർശനവും യൂട്യൂബ് റിലീസും കഴിഞ്ഞു. ആ ചിത്രത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ പ്രമുഖ വ്യക്തികളുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ചിത്രത്തിൻ്റെ ലിങ്ക് ഇതിൻ്റെ പിന്നിലായി താഴെയായി കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് വനിതകൾ കാണണം എന്നല്ല ഞാൻ നിർബന്ധിക്കുന്നത്, പുരുഷന്മാരാണ് കാണേണ്ടത്. വീടകങ്ങളിൽ നന്മയുടെ നിലാവ് വരുത്താൻ, പുതുവെളിച്ചം വരുത്താൻ ഈ സിനിമ പുരുഷന്മാരുടെ മനസ്സിൽ ഒരു പുതിയ ലോകത്തിൻ്റെ, പുതിയ വിശാലതയുടെ, പുതിയ നന്മയുടെ, പുതിയ സ്നേഹത്തിൻ്റെ ഒരു ചിരാത് തെളിയിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് കനൽച്ചിരിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ലൈല ക്രിയേഷൻസ് മാസം ഒരു ഹ്രസ്വചിത്രം എന്ന ലക്ഷ്യത്തോടെ മൂന്നാമത്തെ ചിത്രം പുറത്തിറക്കുമ്പോൾ ഇവരുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ നാട്ടുകാർ ഒപ്പം നിൽക്കണമെന്ന് PC വിഷ്ണുനാഥ് MLA. ലൈല ക്രിയേഷൻസിൻ്റെ മൂന്നാമത്തെ ചിത്രമായ കനൽച്ചിരിയുടെ ആദ്യ പ്രദർശനവും സോഷ്യൽ മീഡിയ റിലീസും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പെരുമ്പുഴ ഗ്രാമോദ്ധാരണ CS വായച്ചാനയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടിയിൽ ഇളമ്പുളൂർ SNSM HSS പ്രിൻസിപ്പൽ B അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി പ്രസിഡന്റ് N തുളസിദാസൻ പിള്ള മുഖ്യപ്രഭാഷണം നടത്തി. R തുളസി, കവി കരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, L പത്മകുമാർ, രാജൻ മലനട, ജോസഫ് വിൽസൺ, നാരായണപിള്ള, വേണുഗോപാലപിള്ള, ലക്ഷ്മിക്കുട്ടിയമ്മ, സുശീല വേണുഗോപാൽ, സംവിധായക LT ധർമ്മ എന്നിവർ സംസാരിച്ചു. ഒരു സ്ത്രീയുടെ ഒരു ദിവസത്തെ മനോവ്യാപാരങ്ങളാണ് സിനിമയുടെ പ്രമേയം. ഒരു പുഞ്ചിരിക്ക് പുതുലോകം സൃഷ്ടിക്കാൻ കഴിയുമെന്ന സംസാരമില്ലാത്ത 12 മിനിറ്റ് ചിത്രം വ്യക്തമാക്കുന്നു. കഥയും തിരക്കഥയും എഡിറ്റിംഗും സംഗീതവും സംവിധാനവും ധർമ്മയാണ് നിർവഹിച്ചിരിക്കുന്നത്. ഓരോ സുന്ദര നിമിഷവും അമൂല്യമാക്കുന്നു. ഇനി സൗന്ദര്യം തിളങ്ങട്ടെ. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. സന്തോഷമുണ്ട്. സിനിമ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, നമ്മുടെ നാട്ടുകാരെ വെച്ചിട്ടാണ് ചെയ്യുന്നത്, മുൻ പരിചയമില്ലാത്തവരെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാര്യം, ഒരു 2 പ്രാവശ്യമൊക്കെ അഭിനയം ചെയ്യുന്നതിന് നമ്മുടെ വലിയ ആൾക്കാരാണ്. മമ്മൂട്ടി, മോഹൻലാൽ, ഓസി, മേനകയും ബന്ധുവിലൊക്കെ ആവുന്നതുകൊണ്ടുള്ള പ്രശ്നം നമ്മൾ പറഞ്ഞാൽ അവർ ചെയ്യും. പിന്നെ അവർക്ക് അവരുടെ കയ്യിലുള്ള ഒരു ബുദ്ധിമുട്ട് വരും. പിന്നെ 2 ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ 7 മണിക്ക് നമ്മൾ ഷൂട്ടൊക്കെ തുടങ്ങണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത്, നിങ്ങളെ ഇരിക്കുന്ന ഒരാളെ നാളെ ഞങ്ങൾ വിട്ടുകൂടാനില്ല. അതുകൊണ്ട് പറയും, എൻ്റെ മുമ്പിലിരിക്കുന്നവരും ഈ വേദിയിൽ ഇരിക്കുന്നവരൊക്കെ നാളെ ഞങ്ങളുടെ സിനിമകൾ വരേണ്ടവരാണ്. എൻ്റെ നാടെങ്ങനെ വരണമെന്നാണ് അതിൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് സഹകരിച്ചാലും നമുക്ക് 7 മണിക്ക് ഷൂട്ട് തുടങ്ങണമെന്ന് ആലോചിക്കുമ്പോൾ 7 മണിക്ക് വരാൻ പറഞ്ഞ ഒരാൾ 8 മണിക്ക് വന്നാൽ നമ്മൾ പ്രയാസം. അതനുസരിച്ച് ഇതെല്ലാം ആകെ ഈ സിനിമയെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഐസക്നോട്ടിൻ്റെ തലയിൽ ആപ്പിൾ വീണപ്പോഴത്തേക്ക് ആ വ്യക്തിഗതണ്ടായി. ചിലർ വലകെട്ടുന്ന കണ്ടപ്പോഴത്തേക്ക് മഹാന്മാർക്ക് വേർച്ചിട്ട് വന്നു. അതുകൊണ്ട് നമ്മളതെല്ലാം ഐൻസ്റ്റീനും പിന്നെ ബോണപ്പാർട്ടും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ, നമ്മുടെ കൊച്ചുകൊച്ചു ജീവിതത്തിലും ചില നിമിഷങ്ങൾ നമ്മളുടെ മാറ്റങ്ങൾ വരും. ചില നിമിഷങ്ങൾ, ആ നിമിഷങ്ങളുടെ മാറ്റമാണ് ഞങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. കുറച്ചുകൂടി മാറുകയാണ്. അതിന് എല്ലാ ഭാവങ്ങളും ആദ്യമേ നേരുകയാണ്. കുടുംബ ജീവിതത്തിൽ അവനവന് സന്തോഷം കണ്ടെത്താനുള്ള വഴികൾ തേടുക, അവനവനായി തീരുക എന്ന അവസാനിച്ച വരികളിലൂടെ
നമുക്കറിയാം സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളിൽ അവർക്ക് എപ്പോഴും സന്തോഷമാണ്. അവരുടെ പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളൊന്നും അവര് വലുതായി എടുക്കാതെ ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഉയർന്ന തലങ്ങളിലേക്ക് വരുന്നവര് അവരുടെ ആശങ്കകളും അവരുടെ വിഹ്വലതകളും ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളിലും ഒക്കെ സന്തോഷം കണ്ടെത്താതെ വീർപ്പുമുട്ടുന്ന ഒരു സാഹചര്യം ഇന്നത്തെ സമൂഹത്തിന്റെ പ്രത്യേകതയാണെന്നുള്ളത് വിളിച്ചറിയിക്കുന്നുണ്ട് ഈ സിനിമ. എല്ലാ തരത്തിലും ധർമ്മം ഓരോ ചിത്രം കഴിയുമ്പോഴും കൂടുതൽ മെച്ചപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിലുമേറെ വിഭവങ്ങളുമായി ഇനിയും നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് സചിത്രമായ പ്രതികരണങ്ങൾ സദസ്സിൽ നിന്നും വേദിയിൽ നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു സിനിമ പിറക്കുന്നത് എഡിറ്റിംഗ് ടേബിളിലാണെന്നാണ് സിനിമയെ കുറിച്ച് അറിയാവുന്നവർ പറഞ്ഞിരുന്നത്. കാരണം ഒരു നല്ല എഡിറ്ററുടെ കയ്യിൽ ആണ് ഒടുവിൽ സിനിമ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ഇവിടെ നിർഗീത കലാകാരനായ ശ്രീ ജോസഫ് വിൽസൺ സദസ്സിലുണ്ട്. ഞാൻ ജോസഫ് വിൽസൺ ഇവിടെ നിൽക്കുമ്പോഴാണ് കണ്ടത്. അപ്പൊ എഡിറ്റിംഗും ഡിപ്പാർട്ട്മെന്റും കൈകാര്യം ചെയ്തിരിക്കുന്നത് ധർമ്മ തന്നെയാണ്. സാറിന് സൂചിപ്പിച്ചതുപോലെ മൂന്നാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ ഇപ്പോൾ തൊട്ട് മുമ്പ് എല്ലാവരും ഒന്നുകൂടെ കണ്ടു. അത് നേരത്തെ പറഞ്ഞതുപോലെ അനിൽകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിദ്യാലയങ്ങളിലും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലും ഒക്കെ പ്രദർശിപ്പിക്കേണ്ട ഒരു സിനിമയാണ്. നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് അവര് വഴിതെറ്റി പോകുന്നത് എന്നത് വളരെ ചെറിയ ഒരു സമയത്തിനുള്ളിൽ വളരെ ഗൗരവമുള്ള ഒരു പ്രമേയത്തെ നല്ല കൈയടക്കത്തോടു കൂടി കൈകാര്യം ചെയ്തിരിക്കുകയാണ്. രണ്ടാമത്തെ സിനിമയും നമ്മൾ എല്ലാവരും കണ്ടു. അതിൽ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ നമ്മുടെ സേഫിന് നമ്മുടെ മമ്മൂട്ടിയും പോലും ഒരു 10 ദിവസത്തിനുള്ളിൽ 2 സിനിമയിൽ അഭിനയിക്കാറില്ല. ഒരു മാസമൊക്കെ ഒരു സിനിമയുടെ ഷൂട്ടൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അടുത്ത മാസമൊക്കെ അഭിനയിക്കാൻ അവസരം കിട്ടുന്നുണ്ട്. അപ്പം ഇവിടെ പല ആളുകളും ഇങ്ങനെ നമുക്ക് വളരെ പരിചിതരായ ബഹുമാന്യരായ നമുക്ക് ഏറ്റവും ആദരവുള്ള വ്യക്തിത്വങ്ങൾ അവരൊക്കെ തന്നെ ഈ 3 സിനിമകളിലും കഥാപാത്രങ്ങളായി വന്നു എന്നുള്ളതാണ്. തുളസീന്ദ്രൻ ആദ്യം തന്നെ പ്രഖ്യാപിച്ചു 12 മാസം 12 സിനിമ. അത് നടക്കുന്ന കാര്യം അല്ലെന്നാണ് നമ്മളെല്ലാം കരുതിയത്. പക്ഷെ കഴിഞ്ഞ സിനിമയുടെ പ്രദർശനം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതേ എന്നെ വിളിച്ചു. ഞാൻ വിചാരിച്ചു കഴിഞ്ഞ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്നുകൂടി ചോദിക്കാനായിരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അടുത്ത സിനിമയ്ക്ക് ഒരു ഡേറ്റ് വേണം, അതിൻ്റെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആദ്യ പ്രദർശനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഡേറ്റിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പോഴേക്ക് അടുത്ത സിനിമയിൽ ഏതാണ്ട് ഫൈനൽ സ്റ്റേജിൽ എത്തുകയാണ് എന്ന് പറയുകയാണ്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഇപ്പോ അടുത്ത സിനിമയുടെ ഡേറ്റ് ഇന്നിപ്പോ സ്റ്റേജിൽ ഇരുന്നപ്പോൾ എന്നോട് മാർച്ച് 17-ാം തീയതി ഒന്ന് നോക്കി വെച്ചേക്കണം. മാർച്ച് 17-ാം തീയതി 4ാമത്തെ സിനിമ നമ്മൾ പ്രദർശിപ്പിക്കും എന്ന് പറയുക. ഞാൻ ആ ഒരു കമ്മിറ്റ്മെന്റിനെ ഞാൻ അതിന്റെ മുമ്പിൽ എൻ്റെ എല്ലാ ആദരവുകളും ആദ്യം തന്നെ അർപ്പിക്കുകയാണ്. ഒരു സിനിമ ചെറിയ സിനിമകൾ നിർമ്മിക്കാനാണ് അല്ലെങ്കിൽ അത് സംവിധാനം ചെയ്യാനാണ്, അത് ഒരുക്കുന്നതിനാണ് ഏറ്റവും പ്രധാനം. കാരണം വളരെ കുറഞ്ഞ സമയമുണ്ട്. ഡയലോഗ് ഇല്ലാതെ ഒരു സിനിമ ഉദ്ദേശിക്കുന്ന ഒരാശയത്തെ കാഴ്ചക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെയും ഒരു ചെറിയ സിനിമ എന്നാൽ ഒരു എന്നും നിലനിൽക്കുന്ന വലിയൊരു ആശയം. സാറും സുശീല ടീച്ചറും തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ്. സുശീല ടീച്ചർ പാട്ടൊക്കെ പാടുന്നത് നമ്മൾ പല വേദികളിലും കേട്ടിട്ടുണ്ടെങ്കിലും ഇത്ര നന്നായി അഭിനയിക്കും എന്നുള്ള കാര്യം ഇപ്പോഴാണ് ഒരു പ്രൊഫഷണൽ അഭിനേതാവിൻ്റെ എല്ലാ മികവോടും കൂടിയിട്ടാണ് ഈ ചലച്ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. വേണു സാറും അത് വളരെ മനോഹരമായി മറ്റ് അഭിനയിച്ച എല്ലാവരും ചുരുങ്ങിയ സമയമാണെങ്കിൽ പോലും അവർ കിട്ടിയിരിക്കുന്ന വേഷം അതോളം ഭംഗിയായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ സംഘർഷത്തിൻ്റെ ഇടയിൽ കൂടി ചിരിക്കാൻ മറന്നു പോകുന്നവരാണ്. ഒന്ന് ചിരിച്ചാൽ ഈ സിനിമയിൽ തന്നെ കാണുമ്പോഴറിയാം
ഇതിൽ പ്രധാന കഥാപാത്രം കടയിൽ നിൽക്കുമ്പോൾ രണ്ട് സാധാരണ മനുഷ്യർ ജീവിതത്തിലെ നമ്മൾ വളരെ സാധാരണക്കാരാണ്, നിസ്സാരക്കാരാണെന്ന് പറയുന്നവരുടെ അവരുടെ സന്തോഷത്തിൽ നിന്നാണ് അവർ തിരിച്ചറിവിലേക്ക് പോകുന്നത്. അപ്പോൾ ഒന്ന് ചിരിക്കുന്നത് കൊണ്ട് ഒരു നഷ്ടവുമില്ല. പക്ഷെ പലപ്പോഴും വലിഞ്ഞ് മുറുകി നടക്കുകയാണ് നമ്മൾ. എന്തിനാണെന്ന് അറിയാതെ ഇങ്ങനെ വലിഞ്ഞു മുറുകി നടക്കുകയാണ്. ഞാൻ ആരോട് പ്രസംഗിച്ചതെന്ന് കേട്ടിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല. ഞാൻ കേട്ട പ്രസംഗത്തിൽ ഒരാൾ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചതാണ്. നമ്മളിൽ പല ആളുകളും എപ്പോഴോ മരിച്ചവർ ഫ്യൂണറൽ നീട്ടി വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 20 വർഷത്തിന് ശേഷമായിരിക്കും സംസ്കാരം നടക്കുന്നത്. മരണം 20 വർഷം മുമ്പ് നടന്നു കഴിഞ്ഞവരാണ്. അങ്ങനെ മരിച്ച് ജീവിക്കുന്നതിനേക്കാൾ ആകെയുള്ള ഒരു ജീവിതം അത് ജീവിച്ച് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷെ അത് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ വലിച്ചു കയറ്റി സമൂഹം എങ്ങനെ കരുതും എന്ന് ചിന്തിച്ച് മറ്റുള്ളവരെങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കി അങ്ങനെ ആകാൻ കഴിയുമോ എന്ന് പരിശോധിച്ച് ഞാൻ തന്നെ ഇന്ന് ഒരു ഭാഷയും കടമായി. ഇങ്ങനെ ജീവിതം തന്നെ പലരും മറ്റു പലരുടെയും ജീവിതം നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം എന്നാണ്. നമ്മളായിട്ട് തന്നെ ജീവിച്ച് അത് കഴിയുന്നതൊക്കെ സന്തോഷിച്ച് ഞാൻ ആളുകളോട് മോശമായിട്ട് പെരുമാറാതിരിക്കാൻ പരമാവധി പരിശ്രമിക്കുന്ന ആളാണ്. ഞാൻ പരമാവധി പരിശ്രമിക്കുന്നതിന് കാരണം ഞാൻ ആരോടെങ്കിലും ചൂടായാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ദിവസം ഉറക്കം വരത്തില്ല. എനിക്ക് വിഷമമുണ്ട്. ഞാനതുകൊണ്ടാണ് ആളുകൾ മോശമായിട്ട് പെരുമാറാറ്. മനുഷ്യന് മാത്രം എൻ്റേത് അല്ല. എനിക്കൊരു പ്രയാസം ഞാനായിട്ട് ഉണ്ടാക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആരോടും ദേഷ്യപ്പെട്ടുള്ളവർ മോശമായിട്ട് പെരുമാറിയൊന്നും ചെയ്യാത്തതിന്റെ കാരണം അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം. അതുകൊണ്ട് അത്തരം ചെറിയ വലിയ സന്ദേശങ്ങൾ ഒരു ചെറിയ സിനിമയിൽ ഒരുക്കാനും കഴിയുന്നു. ഇനിയും ഓരോ സിനിമയും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ധർമ്മയുടെ ഒരു പ്രത്യേകത, ധർമ്മയുടെ 3 സിനിമയിൽ ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു പ്രത്യേകത, ഒരു ആശയം മുന്നിൽ വെച്ചിട്ടാണ്, ഒരു പ്രമേയം മുന്നിൽ വെച്ചിട്ടാണ് ധർമ്മം സിനിമ ചെയ്യുന്നത്. 3 സിനിമ അങ്ങനെ. പക്ഷേ വളരെ മനോഹരമായ വിശാലമായ വളരെ നന്നായി പെയിന്റ് ചെയ്ത ഒരു ഭിത്തിയും അങ്ങനെ ചില ചിത്രങ്ങൾ നമ്മൾ തൂക്കിയിടാണ്. അതുപോലെ ഈ സിനിമയിൽ ഓരോന്നിലും ചില്ലിട്ട ചിത്രങ്ങൾ ധർമ്മ തൂക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാൻ മുഖമെന്നുള്ള സിനിമകളെല്ലാവരും ഇപ്പോൾ കണ്ടു. ആരംഭ സിനിമയെ കുറിച്ച് പറയുന്ന എല്ലാവർക്കും അത് പെട്ടെന്ന് മനസ്സിലാവും. അതില് 9HB 75 1152 എന്ന ഒരു സീരിയൽ നമ്മളൊരു 500 രൂപ ഒരു കഥാപാത്രം, പ്രത്യേക കഥാപാത്രമുണ്ട്. ആ നോട്ടുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് കൊടുത്തവരെല്ലാം കഥാപാത്രങ്ങളാണ്. അവരിലൂടെയാണ് കഥ പോകുന്നത്. പക്ഷേ ചില്ലിട്ട് വെച്ചിട്ട് ചിത്രങ്ങളതല്ല. ആ ചിത്രത്തിൽ ഒന്ന് വഞ്ചിയതും ആ കുടുക്കയിൽ നിന്ന് പൈസ ഇടുന്ന ആ പാവം മനുഷ്യനോടൊപ്പം ചേർന്നിരിക്കുന്ന കൃഷ്ണൻ. ഈ കൃഷ്ണന്റെ അടുത്തേക്കാണ് ആളുകൾ ചിന്തിക്കുന്നത്. അവിടെയാണ് അദ്ദേഹത്തെ നോട്ട് സ്വീകരിക്കാതിരിക്കുന്നത്. അപ്പോ ഈ കൃഷ്ണൻ കൂടെ ഇരുന്ന് എണ്ണി തിട്ടപ്പെടുത്തി ഒരു കടയിൽ കൊണ്ടുപോയി 500 രൂപ നോട്ടാക്കി ആ നോട്ടമാമ്പലത്തിൽ കൊണ്ടുവന്ന് കൃഷ്ണനാമ്പലത്തിൽ കൊണ്ടുവരുന്നത്. അപ്പൊ ആ നോട്ടിന്റെ കൂടെ ആരുണ്ട്? കൃഷ്ണനുണ്ട്. കൃഷ്ണൻ അയിത്തല്ല. പക്ഷേ ആ കൃഷ്ണന്റെ പേരിൽ നോട്ട് കൊണ്ടുവന്നാണ്ട് നോട്ടിനയത്തില്ല, നോട്ട് കൊണ്ടുവന്ന കൈത്തെ കിട്ടി. അതാണ് ചിലരുടെ ഒരു ചിത്രം. രണ്ടാമത്തെ ചിത്രം പിന്നെ ഒരു പെൺകുട്ടി അവർക്ക് ക്ഷേത്രത്തിൽ പോകാൻ വയ്യാതെ അവർ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അവരുടെ കുഞ്ഞഞ്ചേത്തെ അമ്മയോടൊപ്പം പോകും. അവൾ പോകാതിരിക്കുന്നത് അന്ന് അവൾക്ക് മലയാളികളുടെ ചെറിയ വിശ്വാസം പോലെ അമ്പലത്തിൽ കയറിയ ദോഷോട്ടോ എന്നൊക്കെ പറയുന്ന രീതി അവൾ പെണ്ണാന്ന് ഉറപ്പിച്ചറിയിക്കുന്ന ഒരു സംഭവമാണ് പറയുന്നത്. അതിനെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അന്ന് ധരിക്കുന്ന ഒരു പാഡ് ഉപയോഗിച്ചത്. പക്ഷെ നമ്മൾ സിനിമ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമ്മ നടന്നു പോകുന്നു, കൃഷ്ണൻ കൂടെയില്ല. കുഞ്ഞനീർത്തി ചാടി പോകുന്നു, കൃഷ്ണൻ കൂടെയില്ല. കൃഷ്ണനെയായി ഈ പാഡ് പിടിച്ചു നിൽക്കുന്ന ഈ പെൺകുട്ടിയുടെ തൊട്ടടുത്ത് നിന്ന് കയ്യിൽ തൊട്ട് നിൽക്കുന്ന കൃഷ്ണനെയാണ് ആ മണിക്കാരി. അതായത് അമ്പലത്തിലപ്പോൾ കൃഷ്ണനില്ല.
അവർ പ്രാർത്ഥിക്കാൻ പോകുന്ന കൃഷ്ണൻ ആരെ ഐത്തത്തിന്റെ പേരിൽ തീണ്ടാരിയാണല്ലോ അവരുടെ വിഷയം. ഐത്തത്തിന്റെ പേരിൽ തീണ്ടാരികൾ ആരെ വീട്ടിൽ നിർത്തിയിരിക്കുന്നു അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചിരിച്ച് സന്തോഷിക്കുന്ന കൃഷ്ണൻ ചിരിട്ട രണ്ടാമത്തെ. മൂന്നാമത്തെ ചിത്രം, ഈ നോട്ട് തിരികെ കറങ്ങി പലയിടത്തുകൂടിയൊക്കെ കറങ്ങി വന്നിട്ട് ഈ നോട്ടിനെ ആട്ടി ഓടിച്ച, നോട്ട് പിടിച്ച കൈകളെ മനുഷ്യനെയാണ് ആട്ടി ഓടിച്ചത്. ആ നോട്ട് തിരിച്ച് ഒരു വലിയ ഒരു പ്രമാണിയുടെ കയ്യിൽ കൊണ്ടുവരും. എനിക്ക് ആ പ്രമാണി എന്ന് പറയുന്നത് ഈ കള്ളപ്പണം വെളുപ്പിക്കുന്ന, കൊള്ളപ്പലിശ വാങ്ങിക്കുന്ന അയാളാണ് പ്രമാണി. ഒരു മതവും പറയുന്നില്ല കൊള്ളപ്പണം വാങ്ങിക്കുന്ന, കള്ളപ്പണം വാങ്ങിക്കുന്നവൻ ധർമ്മിയാണ്, അവൻ അധർമ്മിയാണ്. ആ അധർമ്മി കൊണ്ടുവരുന്ന അതേ അന്നുള്ള തൊട്ട് കണ്ടപ്പോൾ പൂജാരിയുടെ കണ്ണിലെത്തായ തുടക്കം. പൂജാരി അങ്ങോട്ട് വാങ്ങിക്കുന്നു, മറ്റുള്ളവർക്കുള്ള ഈ പ്രസാദം കൊടുക്കുക, അകത്ത് ഒരു പ്രത്യേക ഏരിയയിൽ ഇയാൾക്ക് പ്രസാദം കൊടുത്തിട്ട് നോട്ട് രണ്ട് കണ്ണിന് ചെറുത്ത്. അപ്പോഴും കൃഷ്ണൻ അങ്ങ് അകലെ ആദ്യം കൊടുക്ക മുട്ടച്ചയാൾ ഈ കൃഷ്ണന് സമർപ്പിക്കാൻ പറ്റാതെ പോയ ഇവിടെ അയാൾ കൊടുത്ത നോട്ട് ഇവിടെ പൂജാരി ഏറ്റുവാങ്ങുന്നു. അയാൾ വീട്ടിൽ നിന്ന് വീണ്ടും കൊടുത്തയിലേക്ക് നാണയങ്ങൾ തരികയാണ്. തൊട്ടടുത്ത് ചേർന്ന് കൃഷ്ണൻ ഈ 500 രൂപ നോട്ട് വാങ്ങിക്കുമ്പോൾ, അമ്പലത്തിൽ ഗോകുലിൽ വാങ്ങിക്കുമ്പോൾ കൃഷ്ണൻ അവിടെയില്ല. കൃഷ്ണൻ ആ പാവപ്പെട്ടവർ അത് ചികിത്സ. നാലാമത്തെ ചിത്രം. ഇങ്ങനെ ചില ചിത്രങ്ങൾ തന്റെ സിനിമയുടെ കാഴ്ചക്കിടയ്ക്ക് തൂക്കിയിടുന്ന ഒരു പ്രത്യേകത ഇവിടെയുണ്ട്. ഇവിടെ സിനിമയിലേക്ക് കൂടുതൽ ബന്ധങ്ങൾ നന്നായിട്ട് ആവശ്യമുള്ള സിനിമയെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇവിടെ സുശീല ടീച്ചറാണ്. ശ്രദ്ധിക്കണം, പെയിന്റ് അടിക്കുന്ന മനുഷ്യൻ അത് ഉപയോഗിച്ചാണ് ടീച്ചർ അറിയുന്നത്. അതിന്റെ ഏകാഗ്രത, ആ ഏകാഗ്രത തന്റെ ഭാര്യയോടില്ല, മക്കളോടില്ല, കുടുംബത്തോടില്ല. ആഹാരം കഴിക്കുന്നത് ഫോണിലുള്ള ഏകാഗ്രത, അത് ഏകാഗ്രതയുള്ള മനുഷ്യനാണ്. ആ ഏകാഗ്രത തത്തകത്തിലാണ് ടീച്ചറിന്റെ കഥാപാത്രത്തെ ധർമ്മ അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് രാവിലെ ഇങ്ങനെ കടന്നു പോകും. ടീച്ചർ ഇങ്ങനെ അതിന്റെ നൊമ്പരങ്ങളാക്കില്ല, വീട്ടിലിരുന്നിട്ട് അവജ്ഞയോടുകൂടിയാണ് അവിടെ നിന്ന് എഴുന്നേറ്റത്. അതിന് ബാക്കിയുള്ള ഭാഗം ഞാൻ പോകുന്നില്ല. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൂടുതൽ ഉത്തരപരനാണ്. അവരെല്ലാം ഒരാൾ കൃഷി ചെയ്യും, രണ്ട് കുട്ടികളുമായി നിൽക്കുന്ന ഒരു അച്ഛൻ, ഒരു പിതാവ്, സാധാരണക്കാരായ മനുഷ്യനെ പോലെ തിരുവനന്തപുരത്ത് ജീവിക്കാൻ കാണുന്നില്ല. പോകുന്നു, ദൂരെ തിരിച്ചു വരുമ്പോൾ കടയിൽ നിന്ന് സാധനമായി അവിടെയാണ് അടുത്ത ഈ സിനിമയുടെ അടുത്ത് വരുമ്പോൾ വളരെ പ്രായം ചെന്ന പച്ചക്കറി വിൽക്കുന്ന 2 അമ്മമാർ അവരുടെ ഹൃദയം തുറന്ന്, ആ അമ്മമാരെ അഭിനയിക്കാൻ ഉള്ളത് കിട്ടി. ഒറിജിനൽ അമ്മമാരാണോ എനിക്കറിയില്ല. ആ അമ്മമാരുടെ ഹൃദയം തുറന്നുള്ള ആ ചിരിട്ട് വയ്ക്കുന്ന ചിത്രമാണ്. ആ ചിത്രമാണ് ഈ കഥാപാത്രത്തിന്റെ മനസ്സിൽ മാറ്റം വരുന്നത്. ഇവിടെ കടയിൽ നിന്ന് ബിസ്ക്കറ്റ് വാങ്ങിച്ച് പണം കൊണ്ടു കൊടുക്കുമ്പോൾ അത് പണം കൊടുക്കാതെ കയ്യിൽ പിടിച്ചിങ്ങനെ നിന്നുകൊണ്ട് അവർ ശ്രദ്ധിക്കുമ്പോൾ ഇത് മറക്കുകയും തന്റെ കഴിഞ്ഞ സംഭവങ്ങൾ മനസ്സിനെയൊക്കെ മാറ്റി വെച്ചിട്ട് അമ്മമാരുടെ ചിരിയിൽ നിന്നും പുതിയൊരു കഥാപാത്രം വരികയാണ്. അവിടെയാണ് ധർമ്മ ഇടുന്ന രണ്ടാമത്തെ ചിന്ത. ചിന്ത എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്ന് ഒട്ടേറെ ദുഃഖങ്ങളുണ്ടെങ്കിലും സന്തോഷിക്കുന്നവരെ കണ്ട് അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമാണ്. ഞാൻ ഈ സിനിമ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയാം. ജീവിതത്തിലെ ഒരു ചെറിയ സന്ദർഭത്തെ അടർത്തിയെടുത്ത് അതൊരു നല്ല ക്യാൻവാസിൽ പകർത്തി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ധർമ്മ വിജയിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊന്ന്, നമ്മുടെ ആ സിനിമയിൽ കണ്ടതില് ആ തീൻമേശയിൽ കഥാനായകൻ എന്ന് പറയാൻ വേണു സാറ് ഇങ്ങനെ ആ മൊബൈൽ നോക്കിക്കൊണ്ട് ഓരോ റൊട്ടി കഷ്ണങ്ങളും കഴിക്കുന്ന രംഗവും കൊച്ചുങ്ങൾ അപ്പുറം ഇപ്പുറം നോക്കിയിരുന്നത് കഴിക്കുന്നു. ഇന്നത്തെ തീന്മേശയുടെ ഒരവസ്ഥ തന്നെയാണ്. കുട്ടികളെ മൊബൈൽ കാണാൻ പ്രേരിപ്പിക്കുന്നതിന്റെ പ്രധാന ഘടകം രക്ഷിതാക്കളാണ് എന്നൊരു സന്ദേശം ആ ഒരു സന്ദർഭത്തിലുണ്ട്. അവിടെ നിസ്സഹായമായി നിൽക്കുന്ന വീട്ടമ്മ, ആ വീട്ടമ്മ ഇതിനൊന്നും മറുപടി പറയാൻ കഴിയാതെ ഇതെല്ലാം മനസ്സിലൊതുക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു മുഖമാണ് ആ നമ്മുടെ സുശീല ടീച്ചർ മുഖത്ത് പ്രകടമാണ്. അതൊക്കെ ഭാവാഭിനയം വളരെ ഗംഭീരമാണ്. രാഷ്ട്രീയം മാത്രമല്ല, അധ്യാപനം മാത്രമല്ല, ഇത് തന്റെ കൈപ്പിടിയിൽ ഒതുങ്ങും എന്ന് വളരെ
വ്യക്തമായി നമ്മുടെ മുമ്പിൽ തെളിയിച്ചിരിക്കുന്ന ഒരു ചിത്രമാണിത്. ഇനിയും വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. താമസിച്ചു പോയതേ ഉള്ളൂ, എങ്കിലും ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ കണ്ട ചെറിയ ഒരു ചെറിയ ഹ്രസ്വചിത്രത്തിൽ കണ്ട മറ്റൊരു രംഗം, കൊച്ചു കുട്ടികൾ തമ്മിൽ ഒരു ബാഗിന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുന്നു, ആൺകുട്ടി പെൺകുട്ടി. ഇതിൽ എനിക്കൊരു ബന്ധമില്ല എന്ന് പറയുന്ന മുമ്പിൽ നിൽക്കുന്ന രക്ഷിതാവായ അച്ഛനും ഇതിൽ ഉത്കണ്ഠ നിൽക്കുന്ന ഇതിലും മറുപടി പറയാതെ പ്രതികരിക്കാതെ നിൽക്കുന്ന അച്ഛനെ നോക്കി നിൽക്കുന്ന ആ അമ്മയുടെയും അവസ്ഥ. പിന്നീട് ഒരു ദിവസത്തെ ഒരു അമ്മയുടെ ഒരു വനിതയുടെ ഒരു ദിവസം ആരംഭിക്കുന്ന മുതൽ അവസാനിക്കുന്ന വരെയുള്ള കാര്യങ്ങൾ വളരെ ചെറിയ സന്ദർഭത്തിൽ കൊച്ചു കൊച്ചു സന്ദർഭങ്ങളിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ധർമ്മ നല്ലപോലെ വിജയിച്ചു. പിന്നെ മറ്റ് സാങ്കേതികമായ കാര്യങ്ങളെ കുറിച്ചൊന്നും കൂടുതൽ പറയാനുള്ള ഒരു കൽപ്പൊന്നും എനിക്കില്ല. എങ്കിലും നല്ല രീതിയിൽ ഇനിയും നല്ല പ്രമേയങ്ങൾ എടുത്ത് നമ്മുടെ മുന്നിൽ കൊച്ചു ചിത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവ് ധർമ്മയ്ക്കുണ്ട്. ഏതായാലും വലിയ സംരംഭമാണ് ശ്രീ തുളസി ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകള് ഒരു നാട്ടിൻ്റെ മുഴുവൻ ആളുകളെയും സിനിമാ താരങ്ങളാക്കി മാറ്റാനുള്ള ഒരു ശ്രമവും വളരെ അഭിനന്ദനീയമാണ്. കാരണം ഓരോരുത്തരിലും ഉറങ്ങിക്കിടക്കുന്ന കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു കലാകാരൻ്റെ ഒരു കലാസംഘാടകരുടെ ശ്രമം. ഈ സിനിമയിൽ എനിക്ക് തോന്നിയത് മുഖ്യ പ്രമേയം മനുഷ്യൻ സാങ്കേതികമായി എത്ര വികസിച്ചാലും അവന്റെ വ്യക്തിബന്ധങ്ങൾ സാമൂഹ്യ ബന്ധങ്ങൾ അതിനനുസരിച്ച് ഉയരാത്ത കാലത്തോളം ആ സാങ്കേതിക വളർച്ച നിരക്ഷകതയാണ് ഉണ്ടാക്കുന്നത് എന്ന ഒരു സന്ദേശമാണ് അതിൽ നമുക്ക് കിട്ടുന്നത്. സാങ്കേതികമായി നാം വളരെയേറെ ഉയർന്നു, പക്ഷെ ഒരു കുടുംബിനിയുടെ ജീവിതം, കുട്ടികളുടെ ജീവിതം, സ്വാഭാവികമായും കുടുംബനാഥന്റെ ജീവിതമൊക്കെ ആ സാങ്കേതിക വളർച്ചയ്ക്കൊപ്പം ആഹ്ലാദകരമായി ഉയരുന്നില്ല. അവസ്ഥ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടയിൽ സാങ്കേതികതയും സമ്പത്തും പദവിയും ഭാവിയും കുറിച്ചുള്ള ഉത്കണ്ഠകൾ സൃഷ്ടിക്കും. എന്നാൽ ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ച് കഴിയുമ്പോൾ അവിടെ നാരായണപിള്ള സാറിന് ലക്ഷ്മിക്കുട്ടി ടീച്ചർ പോലെ മനുഷ്യ ജീവിതം ആഹ്ലാദകരമാകുന്നു. വലിയ മോഹങ്ങളൊന്നുമില്ലാതെ കച്ചവടം നടത്തുന്ന രണ്ട് തെരുവ് കച്ചവടക്കാരെ പോലെ ജീവിതം രസകരമാകും. അപ്പോൾ നാം ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ സാറിന് വളരെ കാര്യങ്ങളില്ല, നമുക്ക് പോകാനുണ്ട്. എല്ലാ ഭൗതിക നേട്ടങ്ങളും ജീവിതത്തിൽ ഗുണപ്രദമാകുന്നത് പരസ്പരം സ്നേഹിക്കുമ്പോൾ മാത്രം. ഇല്ലെങ്കിൽ വലിയ കൊട്ടാരങ്ങൾ എല്ലാ ആധുനിക സംവിധാനങ്ങളും അതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ട് ഭാര്യയും ഭർത്താവും തിരിഞ്ഞു കിടക്കുകയും കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയമില്ലാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അത്തരം വളർച്ചകൾക്ക് ഗുണമില്ല എന്നുള്ള സന്ദേശമാണ് ഇദ്ദേഹം തരുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, മറ്റൊരു കാര്യം ഇതിനുള്ള ഈ സ്ത്രീകളുടെ പ്രശ്നമാണ്. ഇത്രയൊക്കെ ഉയർച്ച നേടിയിട്ടും ഒരു വീട്ടമ്മ എപ്പോഴും തീക്കനലിലാണ് ജീവിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തെ വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് പ്രകടിപ്പിക്കാൻ സാധിക്കും. എന്തെല്ലാം ഭൗതിക സാഹചര്യങ്ങൾ വന്നിട്ടും ആ വീട്ടമ്മ എന്ന റോഡിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ സ്വാതന്ത്ര്യവും സർഗാത്മകമായ കഴിവുകൾ വികസിപ്പിക്കാനോ ഒന്നുമുള്ള ശേഷി ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടില്ല എന്നുള്ളത്. അതാണ് കനൽ. വീട്ടമ്മയാണ് ഈ കനലെല്ലാം ഏറ്റെടുക്കുന്നത്. നീക്കലെല്ലാം അനുഭവിക്കുന്നത് വീട്ടമ്മയാണ്. ആ ഒരു യാഥാർത്ഥ്യവും പുറത്തുനിന്ന് വരാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ആ നീക്കൽ പോലും ശാസ്ത്രമാക്കാൻ ജീവിതത്തോടും ബന്ധങ്ങളോടുമുള്ള സമീപനത്തിൽ ഒരു ചെറിയ പിസ്തു വന്നപ്പോഴേക്കും ആ വീട്ടമ്മയ്ക്ക് കഴിയുന്നു. നമുക്കെല്ലാം ഗുണകരമാകട്ടെ, ഗുണപാഠമാകട്ടെ. അഭിനയിച്ചു ടീച്ചർ, അതാണ് ഒരുപാട് നന്മകളായിരുന്നു, ഒരുപാട് പ്രാർത്ഥനകൾ. ശ്രീ PMA കെഫൂറിന്റെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേൾക്കുകയുണ്ടായി. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ വെട്ടിത്താരങ്ങളിൽ കൂടി നടന്നു പോകുന്ന അവസരത്തിൽ വല്ലാണ്ട് ചൂട് പിടിച്ചുകൊണ്ടൊരാൾ അദ്ദേഹത്തെ ഉപദ്രവിക്കുവാൻ വരിക. വല്ലാണ്ട് ചൂട് പിടിച്ചുകൊണ്ട് ഉപദ്രവിക്കുവാൻ വന്ന അവസരത്തിൽ പെട്ടെന്ന് അങ്ങനെ ചൂട് പിടിച്ചു വന്ന ആളുടെ തോളത്ത് തട്ടിട്ട് ചോദിച്ചു, നിന്നുള്ളിൽ ഇത്രയും സങ്കടം ഉണ്ടായിരുന്നു. ആ വല്ലാണ്ട് ചൂട് പിടിച്ചു വന്ന ആളുടെ കണ്ണ് നിറഞ്ഞു അത്രേ. ടീച്ചർ വന്ന ആള് പെട്ടെന്ന് കരഞ്ഞുണ്ട്. ഒരുപക്ഷെ ശിശുര ടീച്ചർ ഇതിന് നായികയായത്
പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ഏരിയ സെക്രട്ടറി ആയതുകൊണ്ട് മാത്രമല്ല സാർ, 138 കോടി ജനങ്ങളിൽ അമ്മമാരെ ലഭിക്കുന്ന വേദനയുടെ നേർചിത്രം നന്നായി അവതരിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ എന്റെയും നിങ്ങളുടെയും വീടുകളിൽ അമ്മമാര്, സ്ത്രീകള്, സ്ത്രീജനങ്ങൾ അനുഭവിക്കുന്നു. അതിന്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് ടീച്ചറ് ഒരുപക്ഷെ ജീവിക്കുകയായിരുന്നു, അഭിനയിക്കുകയായിരുന്നു എന്ന് എനിക്കറിയില്ല. ജീവിക്കുകയായിരുന്നു. ആ വസ്തുതകളിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ആ വലിയ നദിയുടെ ഓരത്തിൽ തപസ് ചെയ്യുവാൻ വരുന്ന ബുദ്ധനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ശിഷ്യനോട് പറഞ്ഞു വിട്ടു, വല്ലാണ്ട് ദാഹിക്കുന്നു, കുടിക്കുവാൻ കുറച്ച് വെള്ളമെടുക്കുവാൻ പോയ ശിഷ്യൻ പെട്ടെന്ന് കണ്ടത് ആ നദി വല്ലാണ്ട് കലക്കുന്നതായ ഒരു കാലപ്പുറ്റനെയാണ്. വെള്ളമെടുക്കുവാൻ കഴിയാതായി ശിഷ്യൻ തിരിച്ചു വന്ന അവസരത്തില് ശ്രീബുദ്ധൻ ശിഷ്യനോട് പറഞ്ഞു അത്രേ, അത് തെളിയുന്നത് വരെ കുറച്ചു സമയം കാത്തിരുന്നു കൂടായിരുന്നുവോ? ശിഷ്യൻ വീണ്ടും പോയി. അത് തെളിഞ്ഞതിന് ശേഷം വെള്ളമെടുത്ത് തിരിച്ചു വന്നപ്പോൾ ശിഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, പ്രഭു, എന്റെയും മനസ്സ് വല്ലാണ്ട് തെളിഞ്ഞിരിക്കുന്നു. പ്രക്ഷുബ്ധമാണ് എന്റെയും നിങ്ങളുടെയും മനസ്സ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രക്ഷുബ്ധമാണ്. ഒന്ന് ശാന്തമാകാം, കുറച്ചു സമയം ഒന്ന് തനിയിരുന്നാൽ കുമാരി ധർമ്മ ഞങ്ങളൊരു സംവിധായിക്കാം. ഒരു കുഞ്ഞു പോയി ഒരു മഞ്ഞ തുള്ളി, ഒരു മഞ്ഞ തുള്ളി നീലവാനം, ഒരു കുരുന്നു പോൽ ഒരു വസന്തം. അതുപോലെയാണ് ഈ തോന്നിയത്. ഈ കുഞ്ഞു ചിത്രത്തിൽ ഒരു വലിയ ആകാശം, ഈ കുഞ്ഞു വസന്തത്തിൽ, ഈ കുഞ്ഞു പൂവിൽ ഒരു വലിയ വസന്തമുണ്ട്. ആ വസന്തം എല്ലാ വസന്തങ്ങളുടെയും മഞ്ഞുതുള്ളികളുടെയും ഉത്ഭവവും പ്രകൃതി ഭൂമി തന്നെയാണ്, മനുഷ്യ ഹൃദയങ്ങളാണ്. ബൃഹത്തായ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളും അത്യന്താധുനിക സാങ്കേതിക സഹായങ്ങളോടുകൂടിയുള്ള യാന്ത്രിക വൽക്കരണത്തിന്റെ അത്യുജ്വലമായ സിനിമകളൊക്കെ ലോകം മുഴുവൻ ഇളകി മറിയുമ്പോഴും ഇന്ന് നമ്മുടെ നാട്ടിൽ കുണ്ടറയിലെ ഒരു കുഞ്ഞു മകളുടെ മനസ്സിൽ തോന്നിയ ആ സ്നേഹത്തിന്റെ ആവശ്യം, അതിന് പിന്തുണ നൽകിയ ഒരു പിതാവ്, അതൊരു സ്വപ്നമായി സഫലമായി ഈ ചെറിയ സ്ക്രീനിലൂടെ കുറച്ച് നിമിഷങ്ങൾ മാത്രം ആ സിനിമ നമ്മളിലേക്ക് കൊണ്ടെത്തിച്ച സന്ദേശം കുഞ്ഞുമാരുടെ കവിതകളെ പോലെ തന്നെ മനോഹരമാണ്. കുറച്ചുനേരം സമയം കൂടി ഞങ്ങൾക്ക് ഈ അവസരം ലഭിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, നാട്ടില് ഒരു മാസം ഒരു സിനിമ എന്നുള്ള ഭാരിച്ച ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ രണ്ടുപേര് അവരുടെ യാത്ര തുടരുകയാണ്. ഞാൻ എൻ്റെ കുടുംബവും എന്ത് സഹായം ഈ യാത്രയ്ക്ക് വേണ്ടി എന്ത് സഹായം ചെയ്തു തരുമോ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ആദ്യമായി ഈ ഒരു ചെറിയ ഹ്രസ്വചിത്രം വലിയൊരു സന്ദേശം സമൂഹത്തിന് എത്തിച്ചുകൊണ്ട് ഇത് പൂർണ്ണതയിലേക്ക് എത്തിച്ച പ്രിയ സഹോദരി ധർമ്മജയ്ക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ധർമ്മജയോടൊപ്പം തോളോട് തോൾ ചേർന്ന് എല്ലാവിധ സഹായങ്ങളും നൽകിയ ധർമ്മജയുടെ പിതാവ് നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട തുളസിയാണ്, അദ്ദേഹത്തിന് എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം ഈ പറയുന്ന പോലെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ഇരിക്കും ചെയ്ത് തീർന്നു കഴിയുമ്പോൾ. അപ്പൊ തീർച്ചയായിട്ടും അത് കണ്ടപ്പോ ഒരു പാട്ടിന്റെ 2 വരിയാണ് ഞാൻ ഓർത്തത്. ഒരു പുഷ്പമായി എന്നേക്കുമീടുന്ന നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് വിഴിമുലകൾ ഇങ്ങനെ സ്നേഹമസൃണമായ കാഴ്ചകളും പുഞ്ചിരികളും ഒക്കെ സമ്മാനിച്ചുകൊണ്ട് നമുക്ക് ചുറ്റും തന്നെ ഉണ്ട്. അത് നമ്മൾ കണ്ടെത്തണം.
അത് ആരുടെയും ആയിരിക്കാം. അത് കണ്ടെത്തുന്നതിലാണ് നമ്മൾ ഓരോരുത്തരുടെയും സന്തോഷം, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് അവിടാണ്. മറ്റൊന്നും വേറെ ഭൗതിക നേട്ടങ്ങളെല്ലാം മാറ്റിവെക്കുക. അതിനപ്പുറം ഈ ഒരു പുഞ്ചിരി എവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നോ, ഉള്ളിലൊരു കനൽ സൂക്ഷിക്കുമ്പോഴും ആ പുഞ്ചിരി എവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നോ അവിടെയാണ് ജീവിതം സഫലമാകുന്നത്. ജീവിതത്തിന്റെ യഥാർത്ഥ തത്വം അർത്ഥവത്താകുന്നത് അവിടെയാണ്. എന്റെ രണ്ടാമത്തെ വരിയിലും അത് കാണാം. ഒരു മഞ്ജു ദർശമായി തുടിക്കുന്ന അത് കവിവചനം. നമ്മൾ അറിയണം ആ പുഞ്ചിരിയെ, ആ നിറഞ്ഞ മന്ദഹാസങ്ങളെ, ആ ലളിത ജീവിതങ്ങളുടെ സൗന്ദര്യം ഒക്കെ ആസ്വദിക്കുമ്പോൾ ഈ ജീവിതം ആസ്വാദ്യകരമാകും. അത് എല്ലാ സ്ത്രീകളിലും ആ ഒരു നമ്മൾ ഈ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പ്രാരാബ്ദങ്ങളും പായാരങ്ങളും പറയാതെ നമ്മുടെ കർമ്മങ്ങളോടൊപ്പം ഇത്തരം കൊച്ചു കൊച്ചു പുഞ്ചിരികളിലൂടെ നമ്മൾ എനർജി സ്വീകരിച്ച് ജീവിതത്തിൽ മുതൽക്കൂട്ടാവുക, കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ മോട്ടിവേറ്റീവ് ആവുക. അതൊരു വലിയ സന്ദേശം, ഒരു കൊച്ചു ചിത്രം. സിനിമയെ കുറിച്ച് പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വനിത, നമ്മുടെ ഇടയിലുള്ള പൊതുപ്രവർത്തകയായ ഒരു വനിത വളരെ ഭംഗിയായി അഭിനയിച്ചു. അതിലുള്ള സന്തോഷം ഒന്ന് പ്രകടിപ്പിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അടുത്ത പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ, വിശദീകരണമൊന്നും പറയുന്നില്ല. അടുത്തതായിട്ട് വളരെ പ്രായം കുറഞ്ഞ ഒരു കൊച്ചു ഇത്രയും നല്ല രീതിയിൽ സിനിമ എടുക്കുന്നതിനും അത് അവതരിപ്പിക്കുന്നതിനും, ഇത് സിനിമയിൽ തന്നെ ഞാൻ പേര് പറയുകയാണ്, ആ രംഗത്തേക്ക് തന്നെ എത്തും. അത് മാത്രമല്ല, എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചത് അച്ഛനും മകളുമായിട്ടുള്ള ആ ബന്ധം, ആ സൗഹൃദം, ആ കൂട്ടുകെട്ട്, അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു സംഗതിയാണ്. കർമ്മയ്ക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് മുമ്പ് സംസാരിച്ച വല്ലായിരുന്നു പറഞ്ഞ കാര്യങ്ങളിലേക്ക് പറയാം. എനിക്ക് വളരെ നേരത്തെ അഭിനയിച്ച കുറച്ച് പറഞ്ഞ ഒരു കാര്യത്തോട് ഒരാളെ വിളിച്ചോളൂ, ഒന്ന് കാണണം, ഇങ്ങനൊരു കാര്യമുണ്ട്, കാണാം, കണ്ടു, കാര്യം പറഞ്ഞു പറഞ്ഞ സമയത്ത് എന്തായിരുന്നു നമ്മുടെ അവിടെ നിന്ന് അത്രയുള്ള കാര്യം, അത് വലിയ കാര്യമായിട്ടല്ല ഞാൻ കാണുന്നത്. ഇത് ഈ ആശയം ഉണ്ടായിരുന്നു. എനിക്ക് എത്ര പ്രശംസിച്ചാലും മതിയൊരാൾക്ക് കാണുന്നു. അതുകൊണ്ട് നിങ്ങളെന്ന് ആലോചിച്ചു, ഈ പ്രായത്തിൽ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു വനിത ഇത്തരം ഒരു വേദിയിലേക്ക് തിരിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഭാവനയും അതിൻ്റെ ആ സങ്കല്പവും അത് വളരെയധികം അഭിമാനകരമാണ്. അതിനോടുള്ള ആ സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കും. ആ കുട്ടിക്ക് ഇനിയും ഇവ 12 എടുക്കുമ്പോൾ ഇത് ഷോർട്ട് ഫിലിമാണ്. ഈ 12 ഷോർട്ട് ഫിലിം എടുത്തതിന് ശേഷം ഇത് വലിയ 2.5 മണിക്കൂർ സമയത്ത് 3 മണിക്കൂർ സമയം പഠിച്ചിട്ടുണ്ട്. അതിലുള്ള ഹോംവർക്ക് ഇപ്പോഴും എനിക്ക് കേരളം മാത്രമല്ല ലോകം അറിയുന്ന ഒരു സംവിധാനം നടത്തത്തക്ക രീതി ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായ ആഗ്രഹിച്ചുകൊണ്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയും അഭിപ്രായങ്ങൾ പറയുന്നതിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ചിരി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തമ്മിൽ കണ്ടിട്ടില്ലാത്ത ഒരു ആൾക്കാർ തമ്മിൽ ആദ്യം കാണുമ്പോൾ ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ്, ഗിഫ്റ്റാണ് ഒരു പുഞ്ചിരി എന്ന് പറയുന്നത്. ഇപ്പൊ കുറെ കാലം തൊട്ടേ ഇപ്പൊ അത് നമ്മൾ കാണുന്നില്ല. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ അച്ഛനോട് വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഞാൻ പറയും, അയ്യോ ഞാൻ നോക്കി ചിരിച്ചിട്ട് ആ ചേച്ചി എന്നെ നോക്കി ചിരിച്ചില്ല. പക്ഷെ അവരിങ്ങനെ, ഞാൻ എപ്പോഴും അച്ഛനോട് പറയും, എനിക്കുള്ള സ്ത്രീകളും 25 വയസ്സിന് ശേഷം അവർ ജീവിക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. പുരുഷന്മാർ അങ്ങനെയല്ല, ഞാനൊരു ഫെമിനിസം ഒന്നുമല്ല പറയുന്നത്, അത് ഒരുപാട് പേർക്ക് ഒരുപക്ഷെ മനസ്സിലാവത്തില്ല. പക്ഷെ
പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് ഇത് കേട്ടാൽ മനസ്സിലാവും. കാര്യം അവരനുഭവിക്കുന്നവർക്ക് അത് അറിയാൻ പറ്റും. നമ്മുടെ കണ്ണില്ലാത്ത ഒരാളെ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കാണാൻ നമ്മൾ കുറച്ചു നേരം കാണുന്നത് ഒരു കാര്യമല്ല. കാര്യം നമ്മുടെ ഈ കാഴ്ചകളൊക്കെ കണ്ടതാണ്. കുറച്ച് നേരത്തെ ഇരുട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും സമ്പാദിക്കുന്നില്ല. അതുകൊണ്ട് അനുഭവിക്കുന്നവർക്ക് ഒരു പക്ഷേ ഇത് മനസ്സിലാവും. ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. വേറെ ഒന്നും കൊണ്ട് പറയല്ല. കാര്യം 25 വയസ്സിന് ശേഷം ഒരു സ്ത്രീ കല്യാണം കഴിച്ച് അവരുടെ അമ്മയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം മുഴുവൻ ആ കുഞ്ഞിന് വേണ്ടിയിട്ടും ഭർത്താവിന് വേണ്ടിയിട്ടും മാറ്റി വെക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് പുറത്തിറങ്ങുന്ന കുറച്ച് സമയങ്ങളുണ്ടാവും. പക്ഷെ ഈ സമയങ്ങളിലും അവർ ആ കുടുംബത്തിന് മൊത്തം ബുദ്ധിമുട്ടും തലയെ ചുമന്നോടാണ് നടക്കുന്നത്. മുമ്പിൽ കാണുന്ന ഒരാളോട് ചിരിക്കാനൊക്കെ ഉണ്ടാവാം മനസ്സിൽ, പക്ഷെ അവർക്ക് ചിരിക്കാൻ കഴിയുന്നില്ല. ആ വേദനകളും വിഷമങ്ങളും നാളെ ഞാൻ എന്ത് ചെയ്യണം, അല്ലെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും ഭർത്താവിന്റെ കാര്യം, അല്ലെ ഭർത്താവ് കണ്ടുപിടിയാണെങ്കിൽ അതിന്റെ രാത്രി വന്നുള്ള സാധനങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കും ഇവർ ഈ വൈദ്യുതി നടക്കുന്നത് പോലും. പക്ഷെ അതേസമയം പുരുഷന്മാർക്ക് അത്രത്തോളം ഒരു ടെൻഷൻ ഉള്ളതാണ് എനിക്ക് തോന്നിയിട്ടുണ്ടാവില്ല എന്നല്ല. പക്ഷെ അത് കുറച്ചുകൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം അവർക്ക് കൂടുതൽ സുഹൃത്ത് വലയങ്ങളുണ്ട്. സ്ത്രീകളുടെ സുഹൃത്ത് വലയങ്ങൾ പോലും ഒരു പക്ഷെ നമ്മൾ ചെന്ന് ഇരിക്കുമ്പോൾ ചെണ്ട എന്ന പത്രത്തോട് പറയുമ്പോൾ നമുക്കുള്ള സുഹൃത്ത് വലയങ്ങളായി പോകുന്നു. നമ്മളൊരു വിഷമം പറയും, മറ്റൊരതിനേക്കാൾ നല്ല വിഷമം നമ്മളോട് പറയും, ഓ ഇങ്ങനെയൊക്കെയാണല്ലേ എന്ന് ഓർത്ത് ഇതിനെ കുറിച്ച് ഒരു പരിതാപമാണ്. ഒരുങ്ങി നടക്കുന്ന സ്ത്രീകൾ 25 വയസ്സിന് ശേഷം നിങ്ങൾ നോക്കിയാൽ വളരെ ചുരുക്കമാണ്. അവർക്ക് അവരോടുള്ള ഇഷ്ടം കുറയുന്നു. ഒരു കുട്ടി ഒരു അമ്മയായി കഴിയുമ്പോൾ, ഒരു സ്ത്രീ ഒരു അമ്മയായി കഴിയുമ്പോൾ അവരുടെ ശരീരത്തിനുണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ട്. നമുക്കറിയാം. ഇപ്പൊ അതിന് കുറച്ചുകൂടി മാറ്റം ഉണ്ടാകേണ്ട കാര്യം അത്യാവശ്യം ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ശരീരം നോക്കുന്നവരാണ്, പഴയ പോലെ ഒന്നുമല്ല. പക്ഷെ പഴയ ഒരു കുറച്ച് നാൾ മുമ്പുള്ള ഒരു തലമുറ വരെ എന്ന് പറയുന്നത് അവർ വണ്ണമൊക്കെ വെച്ചിട്ട് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഇതൊന്നും ശ്രദ്ധിക്കാണ്ടാവും. സ്വന്തമായിട്ട് പുരുഷന്മാർ തന്നെ വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഭർത്താക്കന്മാർ പറയും പഴയ ഭംഗിയൊന്നും നിനക്കില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കണം, അവരുടെ ഒരു മനസ്സുണ്ട്. ആ മനസ്സിന് ഇതുപോലെ നിങ്ങൾ കണ്ട് സുന്ദരനാണെന്ന് മറ്റുള്ളവർ പറയുന്ന പോലെ തന്നെ നമ്മളെ കാണുമ്പോൾ സുന്ദരിയാണെന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു സന്തോഷമായിരിക്കും മനസ്സ് അവരിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ സന്തോഷങ്ങൾ മാറ്റി വെക്കുന്നത്. അവരെ കാണാനായിട്ട് നമുക്ക് കണ്ണുണ്ടാവണം. ഇത് ഞാൻ ഒരുപാട് കണ്ട അമ്മമാരിൽ നിന്നാണ് സത്യത്തിൽ ഈ സിനിമ വന്നത്. കാര്യം എൻ്റെ വീട്ടിലുള്ള അമ്മ ഇങ്ങനൊന്നും അല്ല. കാര്യം അച്ഛൻ അമ്മ അങ്ങനെ നോക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഇതുപോലുള്ള ആൾക്കാരെ കണ്ടിട്ടില്ല സത്യത്തിൽ. പക്ഷെ നമ്മുടെ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ ഒരുപാട് പേരെ ഇപ്പൊ കാണാറുണ്ട്. ആ ഒരു വേദനയാണ് അവരൊക്കെ ജീവിക്കുന്നുണ്ടെന്ന് ചോദിച്ച സംശയമാണ്. നേരത്തെ MLA പറഞ്ഞ പോലെ 25 വയസ്സിന് ശേഷം മരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്നാണ് ചവാലി ചെയ്ത് നടക്കുന്നതിനുള്ള രീതിയിൽ ഇരിക്കുകയാണ്. കാര്യം അവർക്കൊന്നൊരു സന്തോഷം കിട്ടുന്നില്ല ജീവിതത്തിൽ. സ്വയമാണ് നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ടത്. നമ്മൾ ഒരാൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം പോണിക്കുമ്പോൾ ഈ ലോകത്തെ എല്ലാ മനുഷ്യനും ഒരു ജീവിതമേ ഉള്ളൂ. അത് എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. ആ ഒരു ജീവിതം നമ്മൾ നമുക്ക് വേണ്ടിയും കൂടി ജീവിക്കാനായിട്ട് ശ്രമിക്കണം. ഇവിടെ ഇരിക്കുന്ന കുറച്ച് അമ്മമാരുടെ ചേച്ചിമാരുടെ ഒക്കെ മാത്രമേ എനിക്കത് പറയാനുള്ളൂ. കാര്യം പുരുഷൻ വിരോധമാണെന്ന് പറയുന്നില്ല, പക്ഷെ അങ്ങനെ മനസ്സിലാക്കുന്ന പുരുഷന്മാർ കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, നമ്മളൊരു പുറത്തുനിന്ന് വരുന്ന ഒരാളുടെ മുമ്പിൽ എത്ര പേർക്ക് ഭർത്താവ് ഇരിക്കുന്നത് കൂടിയിരിക്കാൻ കഴിയുന്ന സ്ത്രീകളുണ്ട്. ഒരു കത്തന്റെ മറകിലല്ലാതെ അല്ലെങ്കിൽ ഒരു കഥകിന്റെ പിറകിലല്ലാതെ നിൽക്കാൻ കഴിയുന്ന സ്ത്രീകളില്ല. ഇന്നെന്നല്ല എന്നും ഒക്കെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നമ്മൾ പുതിയ തലമുറ എടുത്ത് നോക്കിയപ്പോൾ നമ്മളുള്ള ഒരു കുറവാണ്. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ രീതിയിൽ അച്ഛൻ പഠിപ്പിച്ചിട്ടില്ല. കാര്യം അച്ഛനെ കൂടിയിരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ട്. ടീച്ചർ പറഞ്ഞ പോലെ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്. ഇതേപോലെ അച്ഛനെ കിട്ടിയാൽ ഞാൻ ഭയങ്കര സന്തോഷവും അഭിമാനവും കൊള്ളുന്നുണ്ട്. കാര്യം അച്ഛൻ ആ രീതിയിലുള്ള ഒരു മാറ്റങ്ങളോ സാധനങ്ങളോ എനിക്കായാലും അമ്മയ്ക്കായാലും ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, നീ ഒരു പെണ്ണാണ് എന്നുള്ള ഒരു സാധനങ്ങൾ എനിക്ക് തന്നിട്ടില്ല. പക്ഷെ ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ചില വീടുകളിൽ അത് സന്തോഷമായ വീടുകളിലും അത് അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ തന്നെ പുതിയ തലമുറ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വസ്ത്രധാരണത്തിനായാലും ജാപ്പനീസ് ഫുഡ്, മറ്റേ കൊറിയൻ ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ റെസ്റ്റോറൻറ്റുകളും ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ ആ സംസ്കാരങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഈ പറഞ്ഞ പോലെ സ്ത്രീയും പുരുഷനും ഈക്വലാണ് എന്നുള്ളൊരു സംസ്കാരങ്ങളെ കൊണ്ടുവരും ഇപ്പോഴും കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലുള്ളവർക്കൊന്നും കഴിഞ്ഞിട്ടില്ലെന്ന് വേണം പറയാൻ. ഇപ്പോഴത്തെ തലമുറയിലുള്ളവർ പോലും പുരുഷനോട് സ്ത്രീ ഇരിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നവരല്ല. എത്ര പേരുണ്ടാവും ഈ പറയുന്ന പോലെ നാരായണ സ്വാമിയെ പോലെ സമയം പോലെയൊക്കെ പെരുമാറാൻ കഴിയുന്നത്? അവരുണ്ടാവും. അങ്ങനെ ഈ പറയുന്ന സാധനങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്. നീ ഇത്രയും മതി, അല്ലെങ്കിൽ ഇനി മറ്റുള്ളവർ വരുമ്പോഴത്തേക്ക് അങ്ങനെ ഇരിക്കരുത്. അങ്ങനെ ഇരിക്കാൻ ഒരു മൗന അനുവാദം പോലും ഇല്ലാതിരിക്കാൻ കഴിയുന്ന സ്ത്രീകൾ നമ്മുടെ കൂട്ടത്തിൽ കുറവാണ്. അതെങ്ങനെ വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയത്ത് അതിക്രമിച്ച് വരുന്നു. എനിക്ക് അമ്മമാർക്കൊക്കെ ഒരു ജീവിതമുണ്ട്. നമുക്ക് വേണ്ടി മാത്രമായിട്ട് കളയാനുള്ളതല്ലല്ലോ. ഈ സുന്ദരമായ ലോകത്തിൽ അവർക്കും ആസ്വദിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പുറത്തൊക്കെ എടുത്ത് നോക്കിയാൽ വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ചെന്നിരിക്കാനുള്ള വലിയ പാർക്കുകളും ജിമ്മുകളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ജപ്പാനിലും ചൈനയിലും ഒക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ മാത്രമാണ് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്ത് പോകണ്ട, അങ്ങോട്ട് പോയി അവിടെ വീടുള്ളത് ആരെന്ത് ചെയ്യും എന്ന് ചോദിക്കും മക്കളാരും. അവരുടെ ജീവിതം കൂടെ നമ്മൾ നോക്കണം. ഈ
പറയുന്ന പോലെ നമ്മുടെ കണ്ണുകൾ എപ്പോഴും നമ്മൾ തുറന്നു വെക്കുന്നതിന്റെ കൂടെ ചിലരുടെ നേരത്തെ കണ്ണുകൾ അടയ്ക്കാതിരിക്കാനോട് നമ്മൾ ശ്രമിക്കണം. ഇത് ഓരോ അമ്മമാർക്കും വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ഇതാണ്. കാര്യം ഈ കാണുന്ന കണ്ണുകൾ ഇവരിലിരിക്കുന്ന ഒരുപാട് പേരുടെ കണ്ണുകളുടെ ഒരു വേദന ഇപ്പോഴും കാണാതിരിക്കുന്നുണ്ടോന്നാണ് പറയുന്നത്. അതുകൊണ്ട് മക്കളുമാരായിട്ടുള്ള ആൾക്കാരും ഭർത്താക്കന്മാരായിട്ടുള്ള ആൾക്കാരും ഒക്കെ ഒന്ന് ശ്രമിക്കണം നമ്മളെ കൂടെ ചേർത്ത് നിർത്താനായിട്ട്. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തെ പോലെ ആ കാണിച്ചിരിക്കുന്നത് ഒരു സിനിമ ആയതുകൊണ്ട് കൊണ്ടുവന്ന മാറ്റങ്ങളാണ്. ശരിക്കും ഇതുപോലെ ഒരു ദിവസമൊന്നും ഒരു സ്ത്രീയുടെ ജീവിതം മാറത്തില്ല. അത് നമുക്കും അറിയാം. ഒരാൾ ചിരിക്കുന്നുണ്ട്, നമുക്ക് ചിരിക്കാൻ കഴിയുന്ന വളരെ കുറച്ച് ബന്ധേ ഉള്ളൂ. ആ ചിന്ത പോലും കഴിയാത്ത ഒരുപാട് മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഈ പറയുന്ന പോലെ ഒരു ദിവസത്തെ ഒരു സാധനം കൊണ്ടൊന്നും ഈ ജീവിതങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ ഇരിക്കുന്ന ഓരോ വ്യക്തികൾ വിചാരിച്ചാൽ ആ ജീവിതങ്ങൾക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും, ഒരു പ്രകാശം ഉണ്ടാക്കി എടുക്കാൻ കഴിയും. അവരെ നമ്മുടെ അവിടെ ചേർത്ത് നിർത്തിയാൽ മതി. അടുക്കളയിലെ ഈ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ അമ്മ ഒറ്റയ്ക്ക് നിന്ന് ജോലി ചെയ്യുന്നതാണ് കാണുന്നത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, കൂടെ പോയി നിന്ന് അവരുടെ പാത്രം കഴുകണമെന്നില്ല, അടുത്തൊന്ന് പോയി നിന്നാൽ മതി. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ അതായിരിക്കും. അവർക്കെല്ലാം നിങ്ങൾ തുണിയെഴുതി കൊടുക്കണമെന്നില്ല, അവരുടെ കൂടെ ഒന്ന് പോയി നിൽക്കുക. നീ ഇന്ന് വല്ലതും കഴിച്ചോ? ഉണ്ടാക്കുന്ന കറികളിൽ ഭർത്താവിനും മക്കൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കും. നിനക്ക് ഇഷ്ടമുള്ള മറ്റേ കറിയെല്ലാം നീ വെക്കാനേ ഇന്ന് ചോദിക്കുന്ന ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു മകൻ. ഇതാണ് നമ്മുടെ സമൂഹങ്ങളിൽ ഇനി വേണ്ടത്. എങ്കിൽ മാത്രമേ കുറച്ചുകൂടി സുന്ദരമായിട്ട് സുലഭമായിട്ടൊക്കെ നമ്മുടെ ജീവിതങ്ങൾ പോകത്തുള്ളൂ. കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ കുടുംബങ്ങൾ അങ്ങനെയല്ല. നല്ലൊരു കുടുംബം ഉണ്ടെങ്കിൽ അതിനകത്ത് വളർത്തുന്ന കുഞ്ഞുങ്ങൾ നന്നായി വരുത്തുള്ളൂ. അപ്പൊ നമ്മൾ കാണുന്ന എല്ലാം അങ്ങനെയാണ്. കുഞ്ഞുങ്ങൾ കല്യാണം കഴിയുന്നു, കാനഡയിലെ കടകളിലൊക്കെ പോയി സെറ്റിൽ ആവുന്നു. ഇപ്പോഴത്തെ മൊത്തത്തിൽ ട്രെൻഡ് അങ്ങനെയാണ്. എനിക്കൊരു 10 വർഷം കഴിയുമ്പോൾ കേരളത്തിലെ വീടുകളെല്ലാം അടഞ്ഞു കിടക്കും, വൃദ്ധസദനങ്ങൾ കൂടും. കാര്യം അച്ഛനമ്മമാരെ അവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അവർക്കവിടെ കൊണ്ടുപോയി ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുപോലുള്ള സാധനങ്ങൾ കൂടും. അവർക്ക് ആ ബന്ധവും സാധനങ്ങൾ പഠിക്കേണ്ടത് നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്നാണ്. ഞാനിപ്പോൾ എന്തെങ്കിലും ഒന്ന് കാര്യം ചെയ്യുന്നെങ്കിൽ അതെൻ്റെ അച്ഛനും അമ്മ എനിക്ക് പറഞ്ഞതാണ്. അവരൊരിക്കലും ഞാൻ അങ്ങനത്തെ വ്യത്യാസങ്ങൾ കണ്ടിട്ടില്ല. അച്ഛൻ്റെ മുമ്പിൽ അമ്മ പേടിച്ച് നിൽക്കുന്നതോ ഒരു കാര്യം പറയാൻ മടിച്ചു നിൽക്കുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതിനോട് എല്ലാ പൂർണ്ണ സമ്മതങ്ങളും അനുവാദങ്ങളും എല്ലാം ഒരു സ്ത്രീ പുരുഷനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ പറയുന്ന പോലെ ഇപ്പൊ അതിൻ്റെ ഒരു രീതി ഇതുവരെ മാറിയിട്ടില്ല. നമ്മൾ വലിയ ഭൗതിക തലവാറൊക്കെ പുലർത്തുന്നു എന്ന് പറയുന്ന വീടുകളിൽ പോലും ഞാനത് കണ്ടിട്ടില്ല. അങ്ങനെ ഇനിയെങ്കിലും ഈ കണ്ട കുറച്ചു പേരിലെങ്കിലും ആ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ വന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി.